ഒടുവില് സത്യം മാത്രം കള്ളിയായി അല്ലേ? അച്ഛന്റെ മുൻപിൽ സുധി കുറ്റസമ്മതം നടത്തി. പഴി മുഴുവൻ എന്റെ തലയിൽ ചാരി വെച്ച് കാണും. അതിലെനിക്ക് വിഷമമില്ല. സുധിയുടെ കുറ്റബോധം ഇല്ലാതായല്ലോ, അത് മതി. സത്യ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്തു പറഞ്ഞു? അവളെ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്താൻ പാടില്ല, എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അതെന്തേ? ഇത്രയും വലിയൊരു മഹാപരാധം ചെയ്തു എന്നറിഞ്ഞിട്ടും അച്ഛൻ സത്യക്കൊപ്പം നിന്നോ? അച്ഛന്റെ അമ്മയുടെ മോഹങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയവളെ വെറുതെ വിടാൻ സുജിതേച്ചി സമ്മതിക്കില്ലല്ലോ. അച്ഛനെ ഈ സമയത്ത് വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഇപ്പൊ പോയി പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ സാവകാശം പറഞ്ഞ പോരായിരുന്നോ? ഞാൻ അച്ഛനോടൊന്നും പറഞ്ഞില്ല. നീ പ്രഗ്നന്റ് ആണെന്ന വിശ്വാസത്തിൽ അച്ഛൻ ഒരുപാട് സന്തോഷത്തില്ല. എല്ലാം അഭിനയായിരുന്നു എന്ന് പറഞ്ഞ അച്ഛൻ വല്ലാതെ വിഷമിക്കും. ചിലപ്പോ അത് താങ്ങാനുള്ള ശക്തി അച്ഛൻ ഇല്ലാതെ പോയെന്നും വരും. എന്നിട്ട് ഒന്നും പറയാതെ? ആ മുഖത്ത് നോക്കി സത്യം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒറ്റ നിമിഷം കൊണ്ട് ആ സന്തോഷത്തെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സത്യ. എല്ലാം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നതാ ഞാൻ. എല്ലാം എന്തായി തീരുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. 2 ദിവസം കഴിയട്ടെ, എല്ലാം അച്ഛനോട് ഞാൻ തന്നെ സംസാരിക്കാം. ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലാവും. അമ്മ ഒരുപാട് സന്തോഷത്തില്. ആ സന്തോഷം വരാൻ പോകുന്ന പൊട്ടിത്തെറിയുടെ ആരംഭം. അറിയാം. നീ പ്രഗ്നന്റ് ആണെന്ന് ആരെല്ലാം അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ അവരെല്ലാം ഇവിടെ എത്തും. ആ കൂട്ടത്തിൽ സത്യയുടെ അമ്മയും അച്ഛമ്മയും ഉണ്ടായിരുന്നു വരും. എത്രയായി? 100. ശരി. ഇത്ര പെട്ടെന്ന് എത്തിയോ? വന്നാട്ടെ. വിവരം അറിഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. ചടങ്ങുകളൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ അതിനൊന്നും മനസ്സ് സമ്മതിച്ചില്ല. ചടങ്ങുകളൊക്കെ പിന്നെ വാ, അകത്തേക്ക് വാ. സുജിതേ, എന്തു പറയുന്നു? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ അത്യാവശ്യം പറയാറുണ്ട്. എന്താ, വേറെ എന്തെങ്കിലും ഭാഷ പഠിക്കണോ? ഈ
കുട്ടിയുടെ ഒരു കാര്യം വിമലെ അതങ്ങ് കൊടുക്ക. മോൾ ഇതൊക്കെ അങ്ങ് അകത്തേക്ക് കൊണ്ടുവയ്ക്കും. ഇതൊക്കെ എന്താ? കുറച്ച് പലഹാരങ്ങളാ. പലഹാരം എന്ന് പറയുമ്പോ ആ കോളനിയിൽ വെച്ചുണ്ടാക്കുന്ന പപ്പടവടയും കുടലപ്പൊക്കെ അല്ലേ? അതിനൊന്നും കുഴപ്പമില്ല. ഗർഭിണിയായ മകളെ കാണാൻ വരുമ്പോ പലഹാരം കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടുണ്ട്. വൃത്തിയില്ലാതെ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ കഴിച്ച് എന്തിനാ അമ്മേ വെറുതെ വയറ് കേടാക്കുന്നേ? നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട. അയ്യോ, അല്ലെങ്കിലും എനിക്ക് വേണ്ട. സത്യക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാ, അതുകൊണ്ടാ കൊണ്ടുവന്നേ. അതെ, ഗർഭിണിക്ക് ഇഷ്ടപ്പെട്ട പലഹാരവും മറ്റുമൊക്കെ നമ്മൾ ഈ സമയത്ത് അവർക്ക് കൊടുക്കേണ്ടത്. ഇഷ്ടമില്ലാത്തത് കഴിച്ചാ അവര് ഛർദിച്ചെന്നും വരും. കോളനി പലഹാരം കഴിച്ച് ശീലിച്ചവര് ഇവിടെ വന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ വയറിന് പിടിച്ചു കാണില്ല. അതുകൊണ്ടാവും സത്യ ഛർദിച്ചത്. അല്ലാതെ അവൾക്ക് ഗർഭമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ഇത്രയും കാലം ഇവിടുത്തെ ഭക്ഷണം തന്നെയല്ലേ കഴിച്ചിരുന്നത്. അപ്പോഴൊന്നും സത്യ ഛർദിച്ചിട്ടില്ലല്ലോ. തന്നെയല്ല, പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യത്തിൽ സത്യക്കും ശ്രുതിക്കും യാതൊരു സംശയവുമില്ല. പക്ഷെ ആ കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട്. നീ വെറുതെ വീട്ടിൽ വന്നവരെ വിഷമിപ്പിക്കാതെ സത്യ ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. അവളുടെ അമ്മയും അച്ഛമ്മയും കാണാൻ വന്നിട്ടുണ്ടെന്ന് പറ. അതിങ്ങ് തന്നേ. സത്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ അമ്മയുടെ സ്വഭാവം മാറി. അമ്മയും കൂടെ അവളുടെ ഭാഗം ചേർന്ന താമസിയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഔട്ടാവും. സത്യ പറയുന്നത് സത്യമാണെങ്കിൽ സുജിത കണ്ടതെല്ലാം പഴിക്കിനാവായി മാറും. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അവളുടെ ഈ കള്ളഗർഭം ഞാൻ കലക്കും. നീ എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി സത്യയോട് വരാൻ പറ. ഒന്ന് വേഗം പോയി വിളിക്കും മോളെ. അവളെ ഒന്ന് കാണാൻ കൊതിയായിട്ടാ. നിങ്ങൾ പറയുമ്പോഴേക്കും സത്യയെ പോയി വിളിക്കാൻ ഞാനെന്താ നിങ്ങളുടെ വേലക്കാരിയാ? അയ്യോ മോളെ, അങ്ങനെയൊന്നും കരുതി പറഞ്ഞതല്ല കേട്ടോ. സത്യയെ കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞതാ. നിനക്ക് വയ്യെങ്കിലേ ഞാൻ പോയി വിളിച്ചോളാം. വേണ്ടമേ, ഞാൻ തന്നെ പൊയ്ക്കോളാം. ഇതെന്താ വന്ന കാലിൽ നിൽക്കുന്നേ? ഇരിക്കെ. കുറച്ച് മുൻചുണ്ടിയുള്ള കൂട്ടത്തിലാ സുജിത. ഒന്നും വിചാരിക്കരുത്. ഏയ്, അതൊന്നും സാരമില്ല. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. സത്യ തന്നെ കണ്ടില്ലേ, എല്ലാ പെൺകുട്ടികളുടെയും സ്വഭാവമാണോ അവൾക്ക്? ആ സ്വഭാവം ചന്ദ്രേട്ടന് ഒരുപാട് ഇഷ്ടാ. ഇവിടെയുള്ളവരെല്ലാം സത്യയെ പോലെ ആക്കാനുള്ള ശ്രമത്തില ചന്ദ്രേട്ടൻ. എല്ലാം എന്റെ മോളുടെ ഭാഗ്യമാ. സുധിയില്ലേ ഇവിടെ? ഉണ്ട്. സത്യം സുധി ഇപ്പൊ വരും. നിങ്ങൾ വാ വാ. ഈ വീട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടുപേര് അച്ഛനും അമ്മയോ? അതില്ലാതാവനെ അര നിമിഷം പോലും വേണ്ട. എടുത്തു ചാടി സത്യം വിളിച്ചു പറയണ്ടെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. സുജിതേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞതെന്നല്ലേ നീ പറഞ്ഞത്? അവസാനം തോൽക്കുന്നത് നമ്മളായിരിക്കും. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല. എന്ത് വഴി? പറ, എന്താ വഴി? ഭൂമിയിൽ ഗർഭിണികളായവർ മുഴുവനും പ്രസവിക്കാറില്ല. എന്നുവെച്ചാ ഒരു വീഴ്ചയോ തട്ടലോ മുട്ടലോ എന്തെങ്കിലും സംഭവിച്ചാൽ മതി ഗർഭം അലസി പോവാൻ. നീ എന്ത് മഹാബാബു ഈ പറയുന്നേ? മഹാബാബു? ഇല്ല,
ഇല്ലാത്ത ഗർഭത്തിലെ കുഞ്ഞ് അലസിപ്പോയാ അതിന് സുധി എന്തിനാ വിഷമിക്കുന്നത്? സത്യാവസ്ഥ നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയൂ. സത്യാവസ്ഥയോ? ഇവളിത് എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവള് ശരിക്കും പ്രഗ്നന്റ് അല്ലേ? എല്ലാം സുജിതേച്ചിയെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? എന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടിയോ? അപ്പൊ ഞാൻ ചിന്തിച്ചത് ശരിയാണോ? നീ പറയുന്ന പോലെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും നടക്കില്ല. ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. അതുറപ്പാ. അതെന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. ഏറിയാൽ ഒരാഴ്ച. അതിനിടയിൽ ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും. സുധി ടെൻഷൻ അടിക്കാതിരിക്കും. എന്താ എന്തിനാ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്? ഞാൻ ഒളിച്ചു നിൽക്കുന്നൊന്നുമല്ല. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പിന്നെ നിങ്ങൾ ശൃംഗരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ വന്ന വിവരം പറയണോ പറയണ്ടോന്ന് ചിന്തിച്ച് നിന്ന് പോയതാ. ഞാൻ എന്തിനാ വെറുതെ ബെഡ്റൂമിലെ കട്ടുറുമ്പാവുന്നത്? എടാ, ശൃംഗരിക്കുമ്പോ നിങ്ങൾക്ക് ഈ ഡോർ ഒന്ന് ലോക്ക് ചെയ്താൽ എന്താ? എന്ത് കാര്യ പറയാൻ വന്നത്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അമ്മയും അച്ഛമ്മയും വന്നിട്ടുണ്ട്. എടാ, അവരിവളുടെ വിശേഷം അറിഞ്ഞിട്ട് വന്നതാവും. ദേ, കുറെ ഏതാണ്ട് വിഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിനെന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മകള് ഗർഭിണിയായ അമ്മമാരെ കാണാൻ വരുന്നത് സ്വാഭാവികമല്ലേ? എന്തായാലും നിങ്ങൾ വേഗം ചെല്ല്. ഇനി കുറച്ചു മാസം കൂടി കഴിഞ്ഞ പ്രസവത്തിന് വേണ്ടി അവര് സത്യയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അതൊക്കെ നാട്ടു നടപ്പല്ലേ, എന്തിനാ വിഷമിക്കുന്നേ? ആ, വേഗം വാ. എനിക്ക് അവരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കണ്ടില്ലേ, നിന്റെ വീട്ടുകാരും എത്തി. ഇനി എന്ത് ചെയ്യും? സുജിതേച്ചി, നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും കേട്ടിരിക്കോ? എനിക്കറിയില്ല. അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. ഇങ്ങനെയാണെങ്കിൽ ഒരാഴ്ച വരെ ഒന്നും കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോയി നോക്കാം. ഓ, അവിടെ ചെന്നിട്ട് എന്ത് പറയും അറിയില്ല. എന്തായാലും പോവാം, വാ. പോ. ആദ്യത്തെ പ്രസവ അത് അമ്മ വീട്ടുകാരുടെ അവകാശമാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെല്ലാം ഞങ്ങൾ നടത്തും. ചന്ദ്രേട്ടൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റൽ ബുക്ക് ചെയ്തെന്നാ തോന്നുന്നത്. ഹോസ്പിറ്റല് മാത്രമല്ല, ചിലരെയെല്ലാം നാട് കടത്താനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സുജിത, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ വീട്ടിലേക്ക് പുതിയ ഒരാളും കൂടെ വരാൻ പോവാ. എല്ലാവരും അതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോ എന്തിനാ വെറുതെ? അയ്യോ മോളെ, പതുക്കെ.
ആൺകുട്ടിയാണെന്നാ തോന്നുന്നേ. മുഖത്തൊരു വിളർച്ചയുണ്ട്. ഏയ്, അങ്ങനെയുള്ള തിരിച്ചറിവിനുള്ള സമയമൊന്നും ആയിട്ടില്ല. നിങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നോ? ഡേ, ഏ ആ നീ എന്താ സ്വപ്നം കാണുകയാണോ? നിങ്ങൾ ഡോക്ടറെ കണ്ടായിരുന്നോന്ന്? ഇല്ല. അപ്പോ പിന്നെങ്ങനെ മനസ്സിലായി വിശേഷം ഉണ്ടെന്ന്? അതവള് ഛർദിച്ചു. പിന്നെ ഛർദിച്ച പ്രഗ്നന്റ് ആവുമെങ്കിൽ ഞാൻ എത്ര തവണ ഛർദിച്ചതാ. ഇവളെ കാണുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരും. എന്നിട്ട് ഇതുവരെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ലല്ലോ. എന്നെ കാണുമ്പോ ഛർദ്ദിക്കാൻ വരുന്ന ചേച്ചിക്ക് ഒരു പ്രഗ്നൻസി ടെസ്റ്റിന്റെ സ്ട്രിപ്പ് വാങ്ങിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ലായിരുന്നു? ചിലപ്പോ പ്രഗ്നന്റ് ആയാലും. ആ, നിങ്ങള് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കി കാണുമല്ലേ? ഇപ്പോഴിതൊക്കെ വീട്ടിൽ നിന്ന് സ്വന്തമായി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നിനക്കെന്താടാ പറ്റിയത്? നാണം വരുന്നുണ്ടോ? ഏ സത്യയുടെ അമ്മയും അച്ഛമ്മയും ഒന്നും കഴിച്ചില്ലല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. കഴിക്കാനൊക്കെ ഇനി എത്ര സമയം കിടക്കുന്നു? അച്ഛനാവാൻ പോവല്ലേ, അതിന്റെ പരിഭ്രമമാവും സുധിയുടെ മുഖത്ത്. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. ചന്ദ്രേട്ടന് ഇതുപോലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയപ്പോ നാണം കൊണ്ട് ആരുടെയും മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. ആ അച്ഛന്റെ മോനല്ലേ ഇത്? തനി സ്വരൂപം കാണിക്കാതിരിക്കില്ലല്ലോ. പക്ഷേ അന്ന് അമ്മ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ പ്രസവിക്കുകയും ചെയ്തിരുന്നു. ഇവള് പ്രസവിക്കുമെന്ന് ആർക്കറിയാം? നീ നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാതെ. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക സുധിയുടെയും സത്യയുടെയും കടിഞ്ഞൂൽ കുഞ്ഞിനെ കാണാൻ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സത്യ പ്രസവിക്കുകയും ചെയ്യും. അതിനൊക്കെയുള്ള വഴിപാട് നടത്തിയിട്ടാ ഞങ്ങൾ വരുന്നേ. അമ്മയൊന്ന് വന്നേ, പറയട്ടെ. എന്താടി, സ്വകാര്യമാണോ? വന്നേ. ശ്ശോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. അതെ, സ്വകാര്യൊക്കെ പിന്നെ മതി. ആദ്യം അമ്മയും അച്ഛമ്മയൊക്കെ എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ ചായ എടുക്കാം. മോള് വാ 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 മോളെ. അളിയോ, അല്ല ഇതെന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? എന്താ ഇവിടെ നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തിനാ അളിയാ ചൂടാവുന്നേ? ഞാനൊരു നല്ല കാര്യം ചോദിച്ചതല്ലേ. സ്വന്തം ബെഡ്റൂമിൽ നിൽക്കുന്ന ആളോട് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ വൈഫിന്റെ അമ്മയും മറ്റും വന്നു കേട്ടു. ആ സ്ഥിതിക്ക് അവരോട് സംസാരിക്കാതെ ഇവിടെ ബെഡ്റൂമിലൊന്നും ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആരാ പറഞ്ഞത് ഞാൻ ഒളിച്ചു നിൽക്കുന്നു? ഈ നിൽപ്പിനെ പിന്നെ എന്താ പറയേണ്ടത്? അളിയാ, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. കാരണം നീ ഒരു പാവമാണ്. ഒരു കള ഒളിക്കാനുള്ള സ്പേസ് ഒന്നും നിന്റെ മുഖത്തില്ല. എന്താ മുഖലക്ഷണം പറയാൻ വേണ്ടി വന്നാണോ? വീണ്ടും ചൂടാവുന്നു. ഇതൊക്കെ പരാജയത്തിന്റെ ലക്ഷണമാ. എന്ത് പരാജയം? അതിന് ഞാനിപ്പോ പ്രത്യേകം പറയണോ? എന്തായാലും നീ ആളും എടുക്കണ. എത്ര പെട്ടെന്ന് ആ സത്യ പ്രഗ്നന്റ് ആയത്.
അത് ഇവിടെ നിന്നായതാണോ അതോ അവള് വന്നപ്പോ കൊണ്ടുവന്നതാണോ? തോന്നിവാസം പറഞ്ഞ പെങ്ങളുടെ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കില്ല. അളിയ, ഞാനൊരു സംശയം ചോദിച്ചതല്ലേ. ആ, അത് വിട്ടോളാം. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഇതാ അളിയ, അച്ഛനാവാൻ പോകുന്നതിന് അഭിനന്ദനങ്ങൾ. ഒരു താങ്ക്സ് എങ്കിലും പറയളിയാ. താങ്ക്സ്. ആ, ബലം പോരാ. താങ്ക് യുനും ഷെയ്ക്ക് ഹാൻഡിനും. ആ, സാരമില്ല. സംഭവാമി യുഗേ യുഗേ. ബൈജുട്ടിനൊന്ന് പോവോ? ഓ, കൂൾ കൂൾ, റിലാക്സ് റിലാക്സ്. ഈ സമയത്ത് അമ്മയെ പോലെ തന്നെ അച്ഛനും ചൂടാവാൻ പാടില്ല. കൂളായിട്ടിരിക്കണം. അതെ അമ്മേ, ഒരബദ്ധം പറ്റിപ്പോയതാ എനിക്ക്. നീ എന്തായി പറഞ്ഞത്? അഭിനയിച്ചതാണെന്നോ? അതെ, വേറെ വഴിയില്ലായിരുന്നു. നിനക്ക് എന്താ സത്യ? എല്ലാം തമാശയാണോ? സുജിതേച്ച് കയറി ആളാവാൻ നോക്കിയാ ഞാൻ പിന്നെ എന്താ ചെയ്യാ? അവളുടെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ. അവളെ തോൽപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ, അതും ഇങ്ങനൊരു കളവ്, എങ്ങനെ തോന്നി നിനക്ക്? പറ്റിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം മാത്രം പറയുന്ന നീ ഇങ്ങനൊരു കെണിയിൽ ചെന്ന് ചാടിയില്ലോ മോളെ. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കും. എങ്ങനെ പറ്റുമടി? ഈശ്വര, ഞാൻ എന്തുവായി കേൾക്കുന്നേ? നീ ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിച്ച് എത്ര പേരാ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്? സ്വന്തം മോളെ പോലെ നിന്നെ സ്നേഹിക്കുന്ന സുധിയുടെ അച്ഛനോട് നീ എന്തു പറയും? ഒരു ദിവസം എന്തായാലും അവര് സത്യം തിരിച്ചറിയില്ലേ? നീ ഇത്ര വകതിരിവില്ലാത്തവളായി പോയല്ലോ. അമ്മ, ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിരുന്നില്ല. ഇത്രയും വലിയ വിഡിത്തം നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞില്ലേ, സുജിതേച്ചി ഒന്ന് കുരങ്ങ് കളിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇതെല്ലാം ഇങ്ങനെയായി തീരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതുമില്ല. അല്ലെങ്കിൽ തന്നെ സുജിതയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. ഇനി ഇതെല്ലാം കളവായിരുന്നു എന്നുകൂടി അറിയുമ്പോ അവള് നിന്നെ ഇവിടുന്ന് ഓടിക്കും. എന്തായാലും ഈ വിവരം മറ്റാരും അറിയണ്ട. ആരെയും അറിയിക്കാതെ എത്ര കാലം കൊണ്ട് നടക്കും? ഇതെന്താ കുട്ടിക്കളിയാ? അല്ല, സുധി ഇതിന് കൂട്ടുനിന്നോ? ഇല്ല, സുധി ആകെ ടെൻഷനില്ല. ഈശ്വര, ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നേ? സുധിയുടെ അമ്മയെല്ലാം എത്ര സന്തോഷത്തിലാണെന്ന് അറിയോ? അതാ എന്റെയും പേടി. അവര് മാത്രമല്ല, കുരുവിയും നെത്തോലിയും എല്ലാവരും നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ആ നിമിഷം മുതല് തുള്ളിച്ചാടാൻ തുടങ്ങിയതാ. അമ്മ അവരോട് ഇതിനെ കുറിച്ച് പറഞ്ഞോ? പിന്നെ പറയാതെ. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ ആ സന്തോഷ വിവരം ആദ്യം അറിയിക്കേണ്ടത് അവരെയല്ലേ? ആശുപത്രിയിൽ ലഡു വിതരണം വരെ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ അവര്.
എന്താ? സന്തോഷമുണ്ട്. ഓ, എനിക്ക് കുത്തു കിട്ടിയതിന് സന്തോഷാവും. അതിനാരെങ്കിലും സന്തോഷിക്കൂ? ഞങ്ങളെ പപ്പേട്ടൻ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ സത്യയുടെ ആളുകളല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. സത്യം ഓർത്തിട്ടാ ഞങ്ങൾ പപ്പേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അല്ലായിരുന്നെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ വഴി കിടന്ന് ജീവൻ പോയേനെ. ഓ പിന്നെ, നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ. അല്ലാതെ നിങ്ങളുടെ കാരണമൊന്നും അല്ല പപ്പന്റെ ജീവൻ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല. പപ്പന്റെ ജീവൻ ആരുടെ ഔദാര്യമല്ല. പെറ്റ തള്ളയെ പോലും ഞാൻ അതിന് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പിന്നെയാ നിങ്ങള്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ടതാനും. പിന്നെ ആശുപത്രി കൊണ്ടുവന്നതിനും ചികിത്സയ്ക്കുള്ള കാശ് അത് സത്യം നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടതാ. സത്യം അത് ചെയ്യണം. ഞാൻ അവളുടെ കൊച്ചച്ഛനാ. എന്താ ഇവിടെ ഒരു ബഹളം? പിള്ളേര് എന്റെ അപകടം ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുക. കണ്ടില്ലേ ലഡു വിതരണം. ഇത് സത്യം അമ്മയാവാൻ പോകുന്നതിന്റെ ആഘോഷമാ. അതെ, സത്യം അമ്മയാവാൻ പോകുന്നു. സത്യമാണോ? അവൾക്ക് വിശേഷമുണ്ടോടാ? അതേ പപ്പൻ ചേട്ടാ. എങ്കിൽ രണ്ടെണ്ണം അധികം നേടാ. ആരായി സത്യ? എന്റെ ഏട്ടന്റെ മോളാ. ഹോസ്പിറ്റലായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ദിവസം അടിച്ച് പൊളിച്ചേനെ. എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവോ? തിടുക്കം കൂട്ടണ്ട, എല്ലാ സമയമാകുമ്പോ അറിയിക്കാം.